ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൽ നമ്മുടെ ഗൗതം അഡ്വക്കേറ്റിനെ കാണാൻ പോകുന്നുണ്ടല്ലോ. നിധീനെ എങ്ങനെ രക്ഷിക്കാമെന്ന് പ്രാന്ത് പിടിച്ച് നടക്കുകയാണല്ലോ നമ്മുടെ ഗൗതം. അപ്പോൾ ACP പറഞ്ഞിട്ട് ഹൈക്കോടതിയിലെ ഒരു ലേഡിയൻ്റെ അഡ്വക്കേറ്റിനെ കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, സാർ എങ്ങനെയെങ്കിലും നിധീനെ രക്ഷിക്കണം. നിധി മോശമായ ഉദ്ദേശത്തോടെ ഒന്നും ചെയ്തിട്ടില്ല. അവളൊരു പാവമാണ് സാർ, എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ഒരു നിമിഷം കൂടി അവളെ ജയിലിൽ കിടത്തരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ സാറിനെ വിശ്വസിച്ചാൽ വന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഡ്വക്കേറ്റ് പറയേണ്ട, ഗൗതം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ നിയമത്തിന് വലുത് പാപം പുണ്യം അങ്ങനെ നോക്കിയിട്ടല്ല നിയമത്തിന് സാക്ഷികളാണ് വലുത്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ നിധിക്കെതിരെയുള്ള ഭയങ്കര സ്ട്രോങ് എവിഡൻസാണ് ഉള്ളത്. അമ്പലത്തിലെ CCTV ഫുട്ടേജ് ഉണ്ട്, പിന്നെ ആ ഇളനീർ കടക്കാരൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ നോക്കിയെടുത്തോളം നിധീനെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ മുറിച്ചിട്ട് നിധീനെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഗൗതമാകെ തകർന്നിരിക്കുകയാണല്ലോ. അങ്ങനെ പറയരുത് സാർ, എങ്ങനെയെങ്കിലും നിധീനെ നിരപരാധിയാക്കിയിട്ട് ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണേ സാർ. ആ കടക്കാരൻ പറയുന്നത് മുഴുവൻ നുണയൊരു കള്ളസാക്ഷിയാണ്, പിന്നെ എങ്ങനെ അയാളെ തെളിവാക്കി എടുക്കാൻ പറ്റുക? അപ്പോൾ അഡ്വക്കേറ്റ് പറയണ്ട കേട്ടോ, ഞാൻ സാക്ഷി വിട്. ഇപ്പോൾ ഇവിടെ നിധി തന്നെ സമ്മതിച്ചല്ലോ ഇളനീരിൽ മയക്കുമരുന്ന് കൊടുത്തു എന്ന്. അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാർ, അത് ശിവാനിയുടെ കള്ളഗർഭത്തിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടോ ഗൗതം. അപ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട്, പക്ഷേ ശിവാനി അങ്ങനെയല്ലല്ലോ പറയണത്. ശിവാനി പറയണത് എന്താണെന്ന് വെച്ചാൽ നിധി മയക്കുമരുന്ന് കൊടുത്തിട്ട് കുട്ടികളെ കൊല്ലാൻ നോക്കിയെന്നാണല്ലോ കേസ് കൊടുത്തിരിക്കണേ. അയ്യോ സാർ, അത് നുണയാണ്. നിധി പറയുന്നത് അവൾ ഗർഭിണിയല്ല എന്നാണെന്ന് പറഞ്ഞിട്ടോ ഗൗതം. അപ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും ഗൗതം? 3 ഡോക്ടർമാർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവൾ പ്രഗ്നൻ്റാന്ന് പറഞ്ഞിട്ട്. നമ്മളങ്ങനെ ചിന്തിക്കാൻ കൂടി പാടില്ല ഗൗതം. പിന്നെ ഇത് നോക്ക്, എങ്ങനെ ഇരുന്നാലും വേണ്ടില്ല, അതൊരു പെണ്ണിന് മയക്കുമരുന്ന് കൊടുത്തു എന്നുള്ളത് അത്ര നിസ്സാരമായ കുറ്റമൊന്നുമല്ല. അതൊരു ഗർഭിണിയായ സ്ത്രീ വളരെ വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ജഡ്ജി പിന്നെ അത് മാത്രമേ കേൾക്കുള്ളൂ. എനിക്ക് തോന്നുന്നത് ഗൗതം, നമ്മുടെ നിധി ഇപ്പോൾ ഭയങ്കര കഷ്ടത്തിലാണ്, ശരിക്കും പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, സാർ ഇങ്ങനെ പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ഞാൻ സത്യമാണ് ഗൗതം പറഞ്ഞത്. മറ്റുള്ളവരെ പോലെ നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് നുണ പറഞ്ഞിട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഈ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാവും. ഈ സ്റ്റേജിലാണ് കേസ് പോകണമെന്ന് വെച്ച് ഞാൻ പറയാം ഗൗതം, നിധിക്ക് എന്തായാലും ശിക്ഷ കിട്ടിയിരിക്കും. അത് കേട്ടപ്പോഴേക്കും ഗൗതം ആകെ വയ്യാതായിട്ട് ഗൗതം പറയുന്നുണ്ട്, സാർ എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ എപ്പോഴൊക്കെ തോറ്റു പോയിട്ടുണ്ട്, അവളാണ് എനിക്ക് നല്ല ശക്തി തന്നിട്ടുള്ളത്. പിന്നെയും ഗൗതം ഇരുന്ന് കെഞ്ചിക്കൊണ്ടിരിക്കാനുണ്ട്, സാർ എന്തെങ്കിലും ചെയ്യും സാർ, എന്ത് ചെയ്തിട്ടാണ് വേണ്ടി എൻ്റെ നിധിനെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പിന്നെയും കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നത്, അതല്ലേ ഗൗതം ഞാൻ പറഞ്ഞത്, എന്നെ കൊണ്ടാവില്ല എന്ന്. എന്നിട്ട് ഗൗതം ചോദിക്കേണ്ടത്, അവൾക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ വേറെ ഒരു വഴിയില്ലേ സാർ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം മെല്ലെ എണീറ്റിട്ട് പറയുന്നുണ്ട്, ഗൗതം ഒരേ ഒരു വഴി മാത്രമേ ഞാൻ ആലോചിച്ചിട്ട് കാണുന്നുള്ളൂ, അതും നിങ്ങളുടെ കയ്യിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറയും, എൻ്റെ കയ്യിലോ? എന്ത് സാർ, വേഗം പറയൂ. അപ്പോൾ അദ്ദേഹം അഡ്വക്കേറ്റ് പറയാണ് കേട്ടോ, നിങ്ങളുടെ വൈഫിൻ്റെ മേലെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ശിവാനി, ആ കുട്ടിയെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കണം. ഞാൻ നോക്കിയിട്ട് വേറെ യാതൊരു വഴിയും കാണാനില്ല, ഇത് ചെയ്യിക്കണം. സാർ, ഇതെങ്ങനെ നടക്കാനാണെന്ന് ചോദിക്കേണ്ട കേട്ടോ ഗൗതം. അപ്പോൾ അഡ്വക്കേറ്റ് പറയും, നടന്നേ പറ്റൂ. ഇത് വിട്ട് കഴിഞ്ഞാൽ വേറൊരു വഴിയില്ല നമുക്ക് നിധിയെ രക്ഷിക്കാനായിട്ട്. സാറേ, ശിവാനിയും വസുന്ധരാമയും കൂടിയിട്ടാണ് ഈ കേസ് എങ്ങനെയെങ്കിലും നിധിക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തീർത്ത കേസാണിത്. പിന്നെ അവരെങ്ങനെ സാർ ഇത് തിരിച്ചെടുക്കണേ? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ആകെ ഒരു ഐഡിയ ഉള്ളത് ഞാൻ പറഞ്ഞു തന്നു, ഇനി അതിലേക്ക് തീരുമാനം എടുക്കേണ്ടത് ഗൗതമാണ്. ഞാനൊരു കാര്യം പറയാം ഗൗതം, നിങ്ങളുടെ വൈഫിന് മേലെ ഇരിക്കുന്നത് ചില്ലറ കേസൊന്നുമല്ല. വയറ്റിലിരിക്കുന്ന 2 കുട്ടികളെ കൊല്ലാൻ ശ്രമിച്ച കേസാണ്. അതൊരു മർഡർ കേസ് തന്നെയാണ്. കേസിൻ്റെ വിധി എന്തായാലും നിധിക്ക് എതിരായിട്ടേ വരൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ, പ്രതിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതന്നെ ആവർത്തിക്കും. അതായത് കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും വാദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിധിനെ പുറത്തിറക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ആ ശിവാനിയും വസുന്ധരയും കൊണ്ട് കേസ് എന്തായാലും പിൻവലിപ്പിച്ചേ പറ്റൂ ഗൗതം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിധിക്ക് 7 വർഷം ശിക്ഷ ഉറപ്പാണ്. ഇത് കേട്ടോടുകൂടി ഗൗതമിന് എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അറിയാതെ പാവം തളർന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വക്കീലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ശരി സാർ ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല നമ്മുടെ നിധിനെ രക്ഷിക്കാനായിട്ട്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.